ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടനെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് റവയാണ്. അപ്പോൾ റവ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും പ്രശ്നമല്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഒക്കെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ബിസ്ക്കറ്റ്. ഓയിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ റവയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ബിസ്ക്കറ്റ് കടിക്കുമ്പോൾ ഒരു തരിതരിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. സാധാരണ തേങ്ങ ചിരവിയതായാലും മതി, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ ആയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പാലും പഞ്ചസാര പൊടിച്ചതും നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ പാല് കാച്ചാത്ത പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാച്ചിയ പാലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പാലും പഞ്ചസാരയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിലോട്ട് കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവുണ്ടാക്കി കുഴച്ച് വെക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഡോ വേണ്ടത്. പാൽ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പാൽ അധികമായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് റവയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ കൂടി ചേർത്തുകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത അളവ് കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് റവയും ഗോതമ്പ് പൊടിയും ഒന്നും പിന്നീട് ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പാലും ഓയിലും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അങ്ങനെ പഞ്ചസാര കടിക്കാൻ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിക്കാത്ത 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോയിൽ നിന്ന് ഒരു പാഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതിനൊരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പുറമെ നന്നായിട്ട് ബ്രൗൺ ആകും, ഉൾവശത്ത് വേവൂല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബിസ്ക്കറ്റ് ഫ്രൈ ആക്കുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യട്ടോ. അപ്പോൾ 2 വശവും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ നിറായി കിട്ടും. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. അതിനുശേഷം ടിഷ്യൂ പേപ്പറിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണയുടെ അംശമൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. പിന്നെ ഈ ബിസ്ക്കറ്റ് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ആ ഒരു പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇനി മുതൽ നമ്മുടെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിസ്ക്കറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ബിസ്ക്കറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്